വിവിധ ക്ഷേത്രങ്ങളിൽ മഹാശിവരാത്രി ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടി. പാല, പുലിയന്നൂർ, അന്തിനാട്, കടപ്പാട്ടൂർ എന്നീ ക്ഷേത്രങ്ങളിൽ കാവടി ഘോഷയാത്രയും ഉണ്ടായിരുന്നു. പ്രതികൂല കാലാവസ്ഥയായിരുന്നിട്ടുകൂടി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കാവടി ഘോഷയാത്രയിൽ പങ്കാളികളായത്. ഐതിഹ്യപ്പെരുമയിൽ മഹാശിവരാത്രി ഇന്ന് രാവിലെ മുതൽ ക്ഷേത്രങ്ങളിൽ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ ആട്ടക്കാവടി, കൊട്ടക്കാവടി, പൂക്കാവടി തുടങ്ങിയ വർണ്ണ വൈവിധ്യങ്ങൾ നിറഞ്ഞതായിരുന്നു. ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ശേഷം കാവടി അഭിഷേകവും നടന്നു. ഹിന്ദു ആചാരങ്ങളിൽ ഏറ്റവും മഹത്തായ ശിവഭക്തി ദിനമായ ശിവരാത്രിയെ കണക്കാക്കുന്നു. പരമശിവന്റെ അനുഗ്രഹം നേടാൻ ഭക്തർ ഉപവാസം, ജപം, പൂജ, അഭിഷേകം എന്നിവ നടത്തി അനുഷ്ഠിക്കുന്ന മഹോത്സവമാണ് ശിവരാത്രി. ഇരുട്ടിൽ നിന്നും അറിവിന്റെ വെളിച്ചത്തിലേക്ക് എന്ന ആശയത്തെ പ്രതിനിധീകരിക്കുന്ന ദിനമാണിത്. ആത്മപരിശുദ്ധിയുടെയും ഭക്തിയുടെയും ദിനമാണ് ശിവരാത്രി. ഉപവാസം, ജപം, ധ്യാനം, അഭിഷേകം എന്നിവയിലൂടെ ശിവതത്വത്തെ ആത്മാവിൽ അനുഭവിക്കുന്ന അവസരമാണ് ശിവരാത്രി. ഭക്തിപൂർവം ആചരിച്ചാൽ ശാന്തിയും ഐശ്വര്യവും ആത്മോന്നതിയും പ്രാപ്യമാകും. രാത്രി ഒട്ടാകെ ഉറക്കമൊഴിച്ച് ശിവനാമ സങ്കീർത്തനം നടത്തുന്നത് മഹാപുണ്യമാണ്. ഓം നമ ശിവായ എന്ന ശിവധാരയിലെ ഹൃദയമന്ത്രമായ പഞ്ചാക്ഷരി മന്ത്രങ്ങളാൽ മുഖരിതമായ ക്ഷേത്ര സന്നിധികളെല്ലാം ശിവരാത്രി ആഘോഷത്തെ വരവേറ്റു. ശിവരാത്രിയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം വിശേഷാൽ പൂജകളും നടന്നു. ഐഫോറിയ ന്യൂസ്, പാല.